വെൽക്കം ടു ട്രൈഡു. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനു മുന്നേ ഇന്നലെ നടത്തിയ പ്രൈസ് അനാലിസിസ് ഒന്ന് നോക്കാം. ഇന്നലെ നമ്മൾ നടത്തിയത് 100% കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഈ ലെവലിൽ വന്നിട്ടൊരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ലെവലിൽ വന്നിട്ട് ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴോട്ടേക്ക് ഈ ഒരു പുൾ ബാക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പുൾ ബാക്കിലേക്ക് മാർക്കറ്റ് ഏറെക്കുറെ വരുന്നുണ്ട്. ചിലപ്പോൾ പുൾ ബാക്ക് അവോയ്ഡ് ചെയ്ത് വീണ്ടും താഴോട്ടേക്ക് കുറച്ചും കൂടി താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എനിവേ, ഇന്നലെ പറഞ്ഞ ഗോൾഡിന്റെ അനാലിസിസ് 100% ആക്യുറേറ്റ് ആയിട്ട് തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ അനാലിസിസ് നടത്താം. വൺ ഡേ ചാർട്ടിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് മാർക്കറ്റ് നല്ലൊരു പുൾ ബാക്ക് ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്തിട്ടും ഒരു ബെയറിഷ് ക്യാൻഡിൽ ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി താഴോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് വരാൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഈ ലെവലിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ രണ്ട് ക്യാൻഡിലിന്റെ ലോയിലേക്ക് കുറച്ചുകൂടി താഴോട്ടേക്ക് വരാനാണെങ്കിൽ ഈ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഈ ഒരു ക്യാൻഡലിലെ ഈ ബെയറിഷ് ക്യാൻഡലിന്റെ ലോയിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ ഈ ഒരു ലെവലാണ് നമുക്ക് കൂടുതൽ വരാനുള്ള ഒരു സാധ്യത കാണുന്നത്. അതിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ വരികയാണെങ്കിൽ മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് നടന്നൊരു ഏരിയയാണ്. അവിടേക്ക് തന്നെയായിരിക്കും മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുന്നത്. പിന്നെ അതിനും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്തത് ഇവിടേക്കായിരിക്കാം. അപ്പൊ ഇത്രയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലെവലുകൾ. വൺ ഡേ ചാർട്ടിൽ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിനു ശേഷം കൂടുതൽ അനാലിസിസ് നടത്താം. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ്. എന്നിരുന്നാലും ഗോൾഡിൽ മൊമെന്റുകൾ ഒരുപക്ഷെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം. ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. 3265.490 ആൻഡ് 3276.132. അടുത്തത് 3291.030. അടുത്തത് 3303.495. അടുത്തത് 3312.008. 3324.170. ഇത്രയാണ് സപ്പോർട്ട് ഏരിയ. ഇനി റെസിസ്റ്റൻസ് ഏരിയ ആണ് 3337.243 ആൻഡ് 3347.885. അടുത്തത് 3369.471 ആൻഡ് അടുത്തത് 3360.046. 3384.065. അടുത്തത് 3395.618. അടുത്തത് 3411.124. അടുത്തത് 3422.678. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസും അതിന്റെ പ്രൈസ് റേഞ്ചുകളും. ഇതെല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി 50 മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകൾ നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഈ ഒരു റേഞ്ച് അത്യാവശ്യം മോശമില്ലാത്ത ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതിനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ കളറും ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. ഒരുപക്ഷെ മാർക്കറ്റ് ഇവിടേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഈ ലെവലിലേക്ക് ഇറങ്ങി വന്ന് കഴിഞ്ഞ് ഒരു സപ്പോർട്ട് എടുക്കുകയാണ്. ഇവിടെ നിന്നൊരു കൺഫർമേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു എൻട്രി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഈ ലെവൽ വരെ എൻട്രി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അവിടെ നിന്ന് വീണ്ടും ഒരുപക്ഷെ താഴോട്ടേക്ക് ഇറങ്ങി ഈ ലെവലിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ റിജക്ഷൻസ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻസ് വന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോയതാണ്. അപ്പൊ ഈ ഒരു ഏരിയ, ഈ എക്സ്പെഷ്യലി ഈ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി എടുക്കാം.
ഇനി മുകളിലോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട ഏരിയാസ് ആണ് ഈ കാണുന്നതെല്ലാം. ഈ കാണുന്നതിന്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടുന്ന് സപ്ലൈ വന്നിരിക്കുന്നതാണ്. അപ്പോൾ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഉദാഹരണത്തിന് ഇവിടെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവിടുന്നൊക്കെ ചെറിയ ചെറിയ പുൾ ബാക്കുകൾ കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം സപ്ലൈ ഉള്ളതാണ്. അത് മാത്രമല്ല ഇത്തിരി കൂടി മുകളിൽ നമ്മൾ വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ഏരിയ, ഈ ഒരു ഏരിയയിൽ നിന്നിട്ടും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നടക്കുന്ന പോലെ ഒരു ചെറിയ പുൾ ബാക്ക് താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എന്നിട്ടായിരിക്കാം ഒരു ബ്രേക്ക് ഔട്ട്. ഇവിടേക്ക് നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പൊ അവിടെ നിന്നെല്ലാം നമുക്കൊരു പുൾ ബാക്ക് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുൾ ബാക്ക് എടുത്ത് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അടുത്ത ലെവലിലേക്ക് മാർക്കറ്റ് സഞ്ചരിക്കും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ ഏരിയാസിലേക്ക് വരുന്ന സമയത്ത് കൺഫർമേഷൻ കിട്ടുന്നുണ്ടോ എന്നാണ്. അല്ലാതെ കൃത്യമായി അവിടെ പുൾ ബാക്ക് സംഭവിക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. മാർക്കറ്റിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ് നമുക്ക് കൺഫർമേഷൻ തരിക. ചില സമയത്ത് പുൾ ബാക്ക് കൺഫർമേഷൻ തരും, റിജക്ഷൻ കൺഫർമേഷൻ തരും, ചില സമയത്ത് എന്തായിരിക്കും ബ്രേക്ക് ഔട്ട് ആയിരിക്കും തരുന്നത്. അപ്പോൾ ആ ഒരു ഏരിയനെ നമ്മളിപ്പം ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് അവിടെ നിന്ന് എന്ത് കിട്ടുന്നു എന്ന് ബേസ് ചെയ്തിട്ടാണ് ട്രേഡ് എടുക്കേണ്ടത്. ഇനി താഴോട്ടേക്ക് വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെല്ലൻട്രി ഒരുപക്ഷെ ഇതിനൊന്നും റെസ്പെക്ട് ചെയ്യാതെ ഈ ഒരു 50 മിനിറ്റ്സിന്റെ ഈ രണ്ട് സപ്പോർട്ടിനെയും 1 അവറിന്റെ സപ്പോർട്ടിനെയും റെസ്പെക്ട് ചെയ്യാതെ ഒരുപക്ഷെ ഇവിടേക്ക് എത്തുകയാണെങ്കിൽ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ മൂവ്മെന്റ് മുകളിലോട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അവിടെ നിന്ന് വലിയൊരു വീഴ്ച വരികയാണെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് ഈ ഒരു ലെവലിലേക്ക് വീണ്ടും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. സോ ഇതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിന് താഴോട്ടേക്ക് ഇന്ന് വരാനുള്ള സാധ്യത കുറവായിരിക്കും. കാരണം എന്താ വെച്ചാൽ മാർക്കറ്റിൽ ന്യൂസോ മറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. എന്നിരുന്നാലും ഗോൾഡാണ്, പറയാൻ കഴിയില്ല, ഒരുപക്ഷെ വന്നേക്കാം. അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് മാർക്കറ്റ് ആ പറയുന്ന ഏരിയാസിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.